ഹായ്, ഐ എം നതാഷ, യുവർ കോണ്ടന്റ് മാർക്കറ്റിംഗ് കോച്ച്. എന്താണ് കോപ്പി റൈറ്റിംഗ്? നിങ്ങൾ ഒരുപാടധികം ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ടാവും, ഞാനൊരു കോപ്പി റൈറ്ററാണ്, ഞാൻ ഒരുപാടധികം കോപ്പീസുകൾ എഴുതുന്നുണ്ട്. പലപ്പോഴും പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു റോങ് ഇംപ്രഷനാണ് കോപ്പി റൈറ്റിംഗ് മീൻസ് ദാറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് അതേമാതിരി കോപ്പി ചെയ്യുകയാണ്. നോ, ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ കോണ്ടന്റ് റൈറ്റിംഗ് എന്താണെന്നുള്ളതൊന്ന് ബ്രീഫായിട്ട് ഞാൻ പറയാം. കോപ്പി റൈറ്റിങ്ങും കോണ്ടന്റ് റൈറ്റിങ്ങും ബേസിക്കലി കണ്ടന്റുകളെ എഴുതുക എന്നുള്ളത് തന്നെയാണ്. ഒറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പെർസ്യൂസീവ് നേച്ചറാണ്. അതായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിൽ വെച്ചിട്ടാണ് കോണ്ടന്റ് റൈറ്റിങ്ങും കോപ്പി റൈറ്റിങ്ങും വേരി ചെയ്യുന്നത്. കോണ്ടന്റ് റൈറ്റിംഗ് കുറച്ചും കൂടെ വലിയ കണ്ടന്റുകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറയാം. ഫോർ എക്സാമ്പിൾ ബ്ലോഗുകൾ, പിന്നെ അതേപോലെ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോണ്ടന്റ് എന്ന് പറയാം. അതായത് സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. വെൻ ഇറ്റ് കംസ് ടു കോപ്പി റൈറ്റിങ്ങിൻ്റെ കേസ് അതല്ല. സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളെയാണ് നമ്മൾ കോപ്പീസ് എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, സെയിൽസിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ കോപ്പി എന്ന് വിളിക്കും. പലപ്പോഴും നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ബൈ നൗ എന്നുള്ള അല്ലെങ്കിൽ ഡൗൺലോഡ് നൗ എന്നുള്ള ആക്ഷൻ വേർഡുകളുള്ള ടൈപ്പ് കണ്ടന്റുകൾ കാണാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള കണ്ടന്റുകളെയാണ് നമ്മൾ കോപ്പീസ് എന്ന് വിളിക്കാം. സോ കോപ്പി എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മെയിൻ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ക്രിയേറ്റീവ് കോപ്പിയും, രണ്ടാമത്തേത് ആഡ് കോപ്പിയും. എന്താണ് ക്രിയേറ്റീവ് കോപ്പി, എന്താണ് ആഡ് കോപ്പി? ക്രിയേറ്റീവ് കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്രിയേറ്റീവ്സ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പോസ്റ്റേഴ്സിൻ്റെ മുകളിൽ എഴുതുന്ന കണ്ടന്റുകളെയാണ് നമ്മൾ ക്രിയേറ്റീവ് കോപ്പി എന്ന് പറയാം. അതായത് ഇപ്പം ഞാൻ താഴെ ഒരു സ്നിക്കേഴ്സിൻ്റെ ഒരു ആഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഗ്രാബ് സ്നിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ക്രിയേറ്റീവാണ്. ആ ക്രിയേറ്റീവിൻ്റെ മുകളിൽ എഴുതുന്ന ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിനെയാണ് നമ്മൾ ക്രിയേറ്റീവ് കോപ്പി എന്ന് പറയാൻ പറ്റുക. ക്രിയേറ്റീവുകളെ കണ്ടിട്ടാണ് ഏതൊരു ഓഡിയൻസും ഡിസൈഡ് ചെയ്യുന്നത് വെദർ ടു ബൈ എ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെദർ ടു ടേക്ക് സം ആക്ഷൻസ് അപ്പോൺ ദാറ്റ് പ്രോഡക്റ്റ് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് ആ ഒരു ക്രിയേറ്റീവ് കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ക്രിയേറ്റീവ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ്സിൻ്റെ മുകളിൽ എഴുതുന്ന കണ്ടന്റുകളെയാണ് നമ്മൾ ക്രിയേറ്റീവ് കോപ്പി എന്ന് പറയുക. അത് എത്രത്തോളം ചെറുതാണോ അത്ര അധികം നല്ലത്. ചെറുതായെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിലാവരുത്, മനസ്സിലാവുകയും ചെയ്യണം. അതുപോലെ തന്നെ അവരെ അട്രാക്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കണം ക്രിയേറ്റീവിന് മുകളിൽ എഴുതുന്ന നമ്മളെ കോപ്പീസുകൾ. സോ രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഒരു കോപ്പി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആഡ് കോപ്പി. അതായത് ഒരു ക്രിയേറ്റീവിനെ കംപ്ലീറ്റ് ആക്കുന്നത് ആ ക്രിയേറ്റീവ് മാത്രമല്ല, അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറയാറുണ്ട്. ഈ ഡിസ്ക്രിപ്ഷൻസുകളെയാണ് നമ്മൾ ആഡ് കോപ്പി എന്ന് വിളിക്കുക. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. താഴെ കൊടുക്കുന്ന ഓരോ ക്രിയേറ്റീവിൻ്റെ, അതായത് ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ഇതൊരു ക്രിയേറ്റീവ് ആണെങ്കിൽ ആ ക്രിയേറ്റീവിന് താഴെ കൊടുക്കുന്ന ഈ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ ആഡ് കോപ്പി എന്ന് പറയുന്നത്. ഇനി ആഡ് കോപ്പി എഴുതുമ്പം ചിലത് കാണാൻ വേണ്ടി പറ്റും വളരെ ലൈവായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാടധികം കണ്ടന്റുകൾ. അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ആഡ് കോപ്പീസുകൾ അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റൊരു കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അകത്ത് ഐഡ മോഡൽ ഉണ്ടോ എന്നുള്ളത്. അതായത് നിങ്ങൾ കേട്ടത് ശരിയാണ്, ഐഡ, AIDA. ഒന്നുമില്ല, ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നോക്കേണ്ട സാധനം അതിൽ A ഉണ്ടോ, അതായത് അത് അറ്റൻഷൻ സീക്കിംഗ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ട സാധനം. അറ്റൻഷൻ സീക്കിംഗ് ആണെങ്കിൽ രണ്ടാമത്തേത് I ആണ്, അതിനകത്ത് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ. മൂന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് D, അതായത് ഡിസയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ. ആൻഡ് ഫൈനലി A, അതായത് അവിടെ ഒരു ആക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ടോ. ഈ 4 പോയിന്റേഴ്സുകളും നോക്കിയിട്ടാണ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതെങ്കിൽ അതിൽ യാതൊന്നും മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. കൃത്യമായിട്ട് നിങ്ങളെ ഓഡിയൻസിനെ ഡയറക്റ്റ് ചെയ്ത് ആ ഒരു സെയിൽസിലോട്ടേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഈ ഐഡ മോഡലൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതണ്ടേ? ഒരിക്കലും ഇല്ല. ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് എത്ര ഷോർട്ട് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു അറ്റൻഷൻ സീക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഒരു ഡിസയർ ഉണ്ടോ, അതുപോലെ തന്നെ ഒരു ആക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ താഴെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. ആ എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സ്വിഗ്ഗിയുടെ ഒരു എക്സാമ്പിളാണ്. അവരെ ക്രിയേറ്റീവിൻ്റെ മുകളിൽ എത്രത്തോളം നന്നായിട്ടാണ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്നതെന്നുള്ളത്. അതേപോലെ ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണ്ടോ, എങ്ങനെയാണ് അവരൊരു അറ്റൻഷൻ സീക്ക് ചെയ്യണത്, എങ്ങനെയാണ് അവരൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണത്, ഡിസയർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത്. അതേപോലെ അവർ ആക്ഷൻ വേർഡ്, മിക്കവാറും ആക്ഷൻ വേർഡ്സുകൾ ബൈ നൗ അല്ലെങ്കിൽ ഈ ഓർഡർ നൗ ആണ് സ്വിഗ്ഗിൻ്റെ കേസിൽ നോക്കുമ്പോൾ ഉണ്ടാവുക. അപ്പം ഈ രീതിയിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈമിൽ ഒരു കോപ്പി എഴുതുമ്പം കുറച്ചും കൂടെ അനാലിസിസ് കൂട്ടാം. ആഡ് ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് റണ്ണ് ചെയ്യുന്ന ഏതൊരു ക്ലയൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സുകൾ കാണാനും അത് അനലൈസ് ചെയ്യാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് ടൈം കോപ്പി എഴുതുന്നതിന് മുന്നേ, അതായത് നിങ്ങളൊരു ക്ലയൻറ്റിന് കോപ്പി എഴുതുന്നതിന് മുന്നേ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക ആഡ്സ് ലൈബ്രറിൻ്റെ അകത്ത് കയറിയിട്ട്. എന്നിട്ട് മാത്രം ഒരു കോപ്പി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതേ ഓഡിയൻസിനെ തന്നെയാണ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനുള്ളത്. സോ ഈ രീതിയിലുള്ള കൂടുതൽ ഇൻഫർമേഷൻസുകൾ അറിയാൻ വേണ്ടിയിട്ട് CDAയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.